നീ ഇങ്ങനെയൊന്നും ഇരുന്നാൽ ശരിയാകൂല, നിന്റെ ഈ സ്വഭാവമൊക്കെ ഒന്ന് മാറ്റാനുണ്ട്, കുറച്ചും കൂടി സ്മാർട്ട് ആകണം, നിന്റെ എടുത്തു ചാടിയുള്ള സ്വഭാവമൊക്കെ ഒന്ന് മാറ്റണം, നീ അങ്ങനെയാകണം, നീ ഇങ്ങനെയാകണം എന്നൊക്കെയുള്ള കമന്റ്സ് നമ്മൾ നിത്യജീവിതത്തിൽ എപ്പോഴും കേൾക്കാറുള്ള ഒരു കാര്യമാണ്. ഇങ്ങനെ കേൾക്കുന്ന സമയത്ത് നമ്മുടെ സ്വഭാവത്തിൽ ഒരു മാറ്റം വരുത്താമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് പറയും, വേറൊരാൾ പറയുന്നത് കേട്ട് നമ്മൾ മാറിയിട്ടുണ്ടെങ്കിൽ നമ്മളല്ലാതാകൂലേ എന്ന്. പ്രത്യേകിച്ച് നമുക്ക് ഉപകാരമില്ലാത്ത അൺഹെൽപ്ഫുൾ ആയിട്ടുള്ള സ്വഭാവങ്ങൾ മാറ്റുന്നത് ഒരിക്കലും നമ്മുടെ സെൽഫ് ഇമേജിനെ നെഗറ്റീവായിട്ട് ബാധിക്കത്തില്ല. ആക്ച്വലി അത് നമ്മളുടെ ഒരു ബെറ്റർ വേർഷനിലേക്ക് നമ്മളെ എത്തിക്കുക മാത്രമേ ചെയ്യത്തുള്ളൂ. സൈക്കോളജിയിലെ സെൽഫ് ഇമേജ് എന്ന് പറയുന്നത് ഒരു ഫ്ലൂയിഡ് കോൺസെപ്റ്റ് ആണ്. എന്ന് വെച്ചാൽ ഇറ്റ്സ് നോട്ട് എ ഡെഫിനിറ്റ്. അതായത് വളർന്നു വരുന്ന പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിനനുസരിച്ച് നിങ്ങളുടെ സെൽഫ് ഇമേജ് മാറിക്കൊണ്ടിരിക്കും. ഈ മാറ്റങ്ങൾ നിങ്ങളുടെ കോർ സ്വഭാവത്തെ നിങ്ങൾ ആരാണെന്നുള്ള ഫണ്ടമെന്റൽ അസെപ്റ്റ്സിനെ ഒന്നും തന്നെ ചേഞ്ച് ചെയ്യുന്നില്ല. അതിലേക്ക് പുതിയ ചാപ്റ്റേഴ്സ് ആഡ് ചെയ്യുക മാത്രമേ ചെയ്യത്തുള്ളൂ. മാറ്റങ്ങളെയൊക്കെ പേടിക്കുന്നത് നാച്ചുറൽ ആണ്. പക്ഷെ ഇങ്ങനെയുള്ള അൺഹെൽപ്ഫുൾ സ്വഭാവത്തെ കെട്ടിപ്പിടിച്ചിരിക്കുന്നതിൽ കാര്യമൊന്നുമില്ല. നല്ല മാറ്റങ്ങളെ അഡോപ്റ്റ് ചെയ്ത് ബെറ്റർ സെൽഫ് ഉണ്ടാക്കിയെടുക്കാനാണ് നമ്മളൊക്കെ ശ്രമിക്കേണ്ടത്.